ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം. ശ്ലോകം 3. ജ്യോതിചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കി തിരുകി അമൃതരുൾ തേൻ തുളുമ്പും പദം തേ പാതി പെൺമെയ് മകൻ നിന്തിരുമടയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. ജ്യോതിശ്ചക്രം ആകാശത്തിലെ തേജോഗോളങ്ങളുടെ സമൂഹം, സൗരയൂഥം. കണക്ക് പോലെ എൻ മനം എൻ്റെ മനസ്സ് ഇളകിമറിഞ്ഞു അത്യന്തം ക്ഷുബ്ധമായി ചലിച്ച്. ആയുരന്തം ആയുസ്സിൻ്റെ അവസാനം, വരും മുൻ വരുന്നതിനു മുൻപ്. ബോധക്കേടൊക്കെ പ്രപഞ്ച വിഷയങ്ങളിൽ ഭ്രമിക്കുക എന്ന തെറ്റായ ദർശനം മുഴുവൻ നീക്കി ഇല്ലാതാക്കി തരിക തന്നാലും. അമൃതരുൾ തേൻ അമൃതം പോലെ ഹൃദ്യമായ കാരുണ്യമാകുന്ന തേൻ തുളുമ്പും നിറഞ്ഞു വഴിയുന്ന പദം കാലടി തേ അങ്ങയുടെ. പാതിപ്പെൺമെയ് മകൻ പകുതി ഭാഗം പെണ്ണിൻ്റെ ശരീരമുള്ളവൻ്റെ, അതായത് അർദ്ധനാരീശ്വരൻ്റെ ശിവൻ്റെ മകൻ. നിന്തിരുവടിയുടെ മേൽ അങ്ങയുടെ പുറത്ത് ഏറിയാടുന്ന നേരം കയറി സന്തോഷിച്ചാടുമ്പോൾ മോദിച്ച് സന്തുഷ്ടനായി ഏതും മടിക്കാതെ ഒട്ടും അമാന്തിക്കാതെ തങ്കമയിലേ പൊന്നുമയിലേ. ജ്യോതിർമണ്ഡലങ്ങൾ കറങ്ങുന്നത് പോലെ എൻ്റെ മനസ്സ് ഇളകിമറിഞ്ഞ് ആ നിലയിൽ തന്നെ എൻ്റെ ആയുസ്സറ്റു പോകുന്നതിനു മുമ്പ് എൻ്റെ ബോധമില്ലായ്മയൊക്കെ മാറ്റി അമൃതമധുരമായ അരുളാകുന്ന തേൻ നിറഞ്ഞു വഴിയുന്ന അങ്ങയുടെ കാൽ എനിക്കും തരിക. എൻ്റെ പൊന്നുമയിലെ അർദ്ധനാരീശ്വരൻ്റെ മകനായ സുബ്രഹ്മണ്യൻ നിന്തിരുവടിയുടെ മേൽ ആഹ്ലാദത്തോടെ കയറിയാടുന്ന സമയത്ത് നീ സന്തോഷത്തോടുകൂടി ഒട്ടും മടിക്കാതെ അവനെ ഇവിടെ കൊണ്ടുവന്നാലും. ഈ ശ്ലോകത്തിൻ്റെ 1-ാം പകുതിയിൽ ആരാധ്യദേവതയുടെ പദമണയാനുള്ള ആഗ്രഹം നേരിട്ടുണർത്തുന്നു. ആരാധ്യൻ്റെ വാഹനത്തെ സേവ പിടിച്ച് അവനെ ആരാധകൻ്റെ അടുത്ത് വരുത്തുവാനുള്ള ശ്രമമാണ് 2-ാം പകുതിയിൽ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം